കിഴക്കമ്പലത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം എന്നുള്ള ആരോപണമാണ് 2020 ചെയർമാൻ സാബു എം ജേക്കബ് ഉന്നയിച്ചത്. 2020-ക്കെതിരെ ഒന്നിച്ച് 25 പാർട്ടികളുടെ സഖ്യമാണ് എതിരാളികളായി രംഗത്തുണ്ടായിരുന്നത്. LDF-ഉം UDF-ഉം സംയുക്തമായാണ് മത്സരിച്ചത്. ശ്രീനിജൻ MLA-യുടെ നേതൃത്വത്തിലാണ് ഈ സഖ്യം പ്രവർത്തിച്ചത്. 2020-യെ ഇല്ലാതാക്കലായിരുന്നു ഇരു മുന്നണികളുടെയും ലക്ഷ്യമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാന ശത്രു കമ്മ്യൂണിസ്റ്റുകാരോ BJP ആയിരുന്നില്ല. അതുപോലെ തന്നെ CPM-ന്റെയും പ്രധാന ശത്രു കോൺഗ്രസോ BJP ആയിരുന്നില്ല. ഈ രണ്ട് കൂട്ടരും ഒന്നിച്ചു ചേർന്ന് മറ്റ് പാർട്ടികളെയും കൂട്ടി 25 പാർട്ടികളുടെ ഒരു സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ 2020-യോട് നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് 2020-യെ ഈ കേരളത്തിൽ നിന്ന് തുടച്ചു നിൽക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവർ കണ്ടത്. അപ്പോൾ ഇവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് വരികയും ക്യാമറ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആ പദ്ധതി അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്ത ഈ 150 പാസുകൾ തന്നെ ഇവർ മുക്കിക്കളഞ്ഞത്. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കെ സാബു എം ജേക്കബിന്റെ പ്രതികരണം മാധ്യമങ്ങൾ തേടിയിരുന്നു. പക്ഷേ ആ സമയത്ത് മാധ്യമപ്രവർത്തകരെ അടക്കം ഇടത് വലത് മുന്നണികളുടെ ഭാഗമായിട്ടുള്ളവർ ചേർന്ന് തടയുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ബൂത്തിന് സമീപം നിന്നുകൊണ്ട് പ്രതികരിക്കാൻ പറ്റില്ല എന്ന വിചിത്രമായ ആരോപണമൊക്കെയാണ് അവർ ഉന്നയിച്ചത്. സാബു എം ജേക്കബിന് മറുപടിയുമായി PV ശ്രീനിജൻ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. തോൽക്കുമെന്ന തിരിച്ചറിവ് വന്നതോടെയാണ് സാബു ജേക്കബ് വലിയ ആശങ്കയിൽ ആയത്. നുണകളുടെ രാജകുമാരനാണ് സാബു. താൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുവെന്ന പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കട്ടെ. സാബു ജേക്കബ് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയതാണ് എന്നും ശ്രീനിജൻ പ്രതികരിച്ചു. സാബു ജേക്കബ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയ സാബു ജേക്കബ് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളൊന്നും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് കുന്നത്തുനാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളിലും വലിയ അതിർത്തി 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. സാബു ജേക്കബ് ശരിക്കും ഒരു കിങ് ലെയർ എന്ന് തന്നെ പറയാം, ഒരു നുണകളുടെ വലിയ രാജകുമാരൻ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അന്വേഷിക്കട്ടെ. അതായിരിക്കും ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്.